നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക്ക് നിശേഷ ഹരണം അഥവാ ഡിവിസിബിലിറ്റി. ആദ്യം നമുക്ക് ഡിവിസിബിൾ ബൈ 2 എങ്ങനെയാണെന്ന് നോക്കാം. ഡിവിസിബിൾ ബൈ 2 നമുക്കൊരു സംഖ്യ തന്നിട്ട് ആ സംഖ്യ 2 കൊണ്ട് പൂർണ്ണമായും ഹരിക്കാൻ പറ്റുമോ, നിശേഷം ഹരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഒരു വലിയ സംഖ്യ തന്നെന്ന് വിചാരിച്ചു, ഇത്രയും ആയിക്കോട്ടെ, വലിയ നീളമുള്ള ഒരു സംഖ്യ തന്നെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഈ തന്നിരിക്കുന്ന സംഖ്യ 2 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മൾ ഹരിച്ച് നോക്കുമോ? 1, 2, 3 ഇങ്ങനെ കട്ട് ചെയ്ത് നമ്മൾ ഹരിച്ച് നോക്കേണ്ടി വരുമോ? ഇല്ല. എന്തുകൊണ്ട്? നമ്മൾ ഈ അറ്റത്തിരിക്കുന്ന സംഖ്യയെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്പർ ഡിവിസിബിൾ ബൈ 2 ആണോ എന്ന് അറിയാൻ പറ്റും. എങ്ങനെ? ഇത് 0 ഒറ്റയുടെ സ്ഥാനത്ത് 0, 2, 4, 6, 8 എന്നീ നമ്പറുകൾ വന്നാൽ തന്നിരിക്കുന്ന സംഖ്യ എന്താണ്? ഇരട്ട സംഖ്യയാണ്. ആ സംഖ്യ എന്തായിരിക്കും? എന്തായാലും ഡിവിസിബിൾ ബൈ 2 ആയിരിക്കും. അപ്പോൾ തന്നിരിക്കുന്ന സംഖ്യ 2 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്നറിയാൻ വലിയ പ്രശ്നമൊന്നുമില്ല. എന്താണ്? ഒറ്റത്തിരിക്കുന്ന സംഖ്യ, അതായത് ഒറ്റയുടെ സ്ഥാനത്തിരിക്കുന്ന സംഖ്യ ഈ പറയുന്ന നമ്പറിൽ ഏതെങ്കിലും ഒന്ന് ആയിക്കഴിഞ്ഞാൽ തന്നിരിക്കുന്ന സംഖ്യ ഇരട്ട സംഖ്യയാണ്. ആ ഇരട്ട സംഖ്യയെ എന്തുകൊണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ഒരു സംഖ്യയെ 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുമോ? അതെങ്ങനെയാണ് നോക്കുക? ഒരു സംഖ്യ എടുത്ത് നോക്കാം. 1, 2, 3, 8, 1, 6. ഈ നമ്പർ എന്താണെന്ന് നോക്കണം. 3 കൊണ്ട് പൂർണ്ണമായും ഹരിക്കാൻ പറ്റുമോ എന്ന് നോക്കണം. എന്ത് ചെയ്യാം? നമ്മൾ 3 കൊണ്ട് ഹരിച്ച് നോക്കാൻ സമയമെടുക്കും. പക്ഷേ ഓപ്ഷനിൽ ഇതുപോലെ വേറെ 3 സംഖ്യകളും കാണും. അപ്പോൾ ഓരോ സംഖ്യകളും നമ്മൾ എന്ത് ചെയ്ത് നോക്കേണ്ടി വരും? 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കേണ്ടി വരും. ശിഷ്ടം 0 കിട്ടുകയാണെങ്കിൽ അത് നിശേഷം ഹരിക്കാൻ പറ്റും. എന്തുകൊണ്ട്? 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ആയിരിക്കും. പക്ഷേ ഈ ഓപ്ഷനിൽ കാണുന്ന 4 സംഖ്യകളും ഹരിച്ചെടുക്കുമ്പോഴത്തേക്കും നമുക്ക് സമയം വല്ലാതെ നീണ്ടുപോകും. അപ്പോൾ എന്ത് ചെയ്യാം? തന്നിരിക്കുന്ന നമ്പേഴ്സിൻ്റെ ഓരോ അക്കങ്ങളും എന്ത് ചെയ്യാം? ആഡ് ചെയ്യുക. അതായത് 1 + 2 + 3 + 8 + 1 + 6 ചെയ്യുക. എന്നിട്ട് കിട്ടുന്ന ആൻസർ എന്ത് ചെയ്യാം? 3 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് നോക്കിയാൽ മതി. എന്ത് ചെയ്യാം? ആഡ് ചെയ്ത് നോക്കാം. 1 + 2 3, 3 + 3 6, 6 + 8 14, + 1 15, + 6 21. ഇനി ഈ 21 നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിയാൽ മതി. ഈ 21-ൽ 2ഉം 1ഉം ആഡ് ചെയ്ത് നോക്കിയാൽ മതി. 3 അല്ലേ? എന്ത് പറ്റും? 3 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്നതാണ്. ഈ 21ഉം ഒരു നമ്പറാണ്. ആ നമ്പറിലുള്ള അക്കങ്ങൾ തമ്മിൽ കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ അത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിയാൽ മതി. 21-ൽ എന്തായാലും നമ്മൾ 3 പോവും, അത് നമ്മൾക്കറിയാം. 7, 3 × 7 ആണ് 21. അപ്പോൾ അതിലും എളുപ്പം 2 + 1 എന്താണ്? 3 ആണ്. 3/3 = 1. ശിഷ്ടം 0. അപ്പോൾ ഈ സംഖ്യ എന്താണ്? ഡിവിസിബിൾ ബൈ 3 ആണ്. ഓക്കെ, ഇനി ഡിവിസിബിൾ ബൈ 4 ആണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം? ഒരു സംഖ്യ എടുത്ത് നോക്കാം നമുക്ക്. 1, 2, 4, 8, 8. ഈ സംഖ്യ 4 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് അറിയണം. അപ്പോൾ എങ്ങനെ ചെയ്യും? ഈ 4 കൊണ്ട് ഹരിച്ച് നോക്കുമ്പോഴത്തേനും സമയം പോവും. അപ്പോൾ എളുപ്പത്തിൽ എന്ത് ചെയ്യാം? അവസാനത്തെ 2 സംഖ്യകൾ എടുക്കുക. ഈ 2 അക്കങ്ങൾ ഈ സംഖ്യ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. 88/4 പറ്റില്ലേ? 2, 2. ഓക്കെ, ഇത് 88 എന്ന് പറയുന്നത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ശിഷ്ടം 0 കിട്ടുന്നതാണ്. അപ്പോൾ തന്നിരിക്കുന്ന സംഖ്യ ഡിവിസിബിൾ ബൈ 4 ആണ്. ഇനി വേറൊരു സംഖ്യ എടുത്ത് നോക്കാം. നേരത്തെ എടുത്ത സംഖ്യ നോക്കാം. ഇതിൽ എന്ത് ചെയ്യാം? ലാസ്റ്റ് വരുന്ന 2 സംഖ്യകൾ എടുക്കാം. അതായത് 16. ഈ 16 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സംഖ്യ ആണോ? 4 × 4 = 16 അല്ലേ? അപ്പോൾ ഈ തന്നിരിക്കുന്ന സംഖ്യയും 4 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനി അതുകൂടാതെ തന്നിരിക്കുന്ന സംഖ്യയുടെ അറ്റത്ത് വരുന്ന, അതായത് ലാസ്റ്റ് വരുന്ന 2 സംഖ്യകൾ
0 ആയാലും 4 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. അതായത് ഈ സംഖ്യ ഇപ്പോൾ 1 2 4 0 0 ആണെങ്കിൽ ഇതെന്തായിരിക്കും? 4 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ 2 കൊണ്ട് എങ്ങനെയാണ് നമ്മൾ നോക്കിയത്? തന്നിരിക്കുന്ന സംഖ്യയുടെ ലാസ്റ്റ് ഉള്ള സംഖ്യ നോക്കിക്കഴിഞ്ഞാൽ അത് ഇരട്ട സംഖ്യയാണെങ്കിൽ, കൂടാതെ 0 0 2 4 6 8 എന്നുള്ള സംഖ്യകൾ വരികയാണെങ്കിൽ 2 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. ഇനി 3 എങ്ങനെയാണ് നോക്കിയത്? തന്നിരിക്കുന്ന സംഖ്യകൾ ആഡ് ചെയ്യുക. തന്നിരിക്കുന്ന നമ്പറിലുള്ള ഓരോരോ സംഖ്യകളും ആഡ് ചെയ്ത് അതിനെ 3 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യയാണെങ്കിൽ തന്നിരിക്കുന്ന സംഖ്യ എന്തായിരിക്കും? 3 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. ഇനി 4 കൊണ്ട് എങ്ങനെ ചെയ്യാം? തന്നിരിക്കുന്ന സംഖ്യയുടെ അറ്റത്ത് വരുന്ന ലാസ്റ്റ് വരുന്ന 2 സംഖ്യകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് 0 0യോ അല്ലെങ്കിൽ മറ്റുള്ള സംഖ്യകൾ തന്നിരിക്കുന്ന സംഖ്യയുടെ ലാസ്റ്റ് വരുന്ന 2 അക്കങ്ങൾ 4 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ സംഖ്യ പൂർണ്ണമായും 4 കൊണ്ട് ഹരിച്ചെടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി തന്നിരിക്കുന്ന സംഖ്യ ഡിവിസിബിൾ ബൈ 5 ആണോ എന്ന് അറിയണം. സംഖ്യയുടെ ലാസ്റ്റുള്ള അക്കം 0 അല്ലെങ്കിൽ 5 വരികയാണെങ്കിൽ എന്തായാലും 5 കൊണ്ട് നിശേഷം ഹരിക്കാവുന്നതാണ്. വേറെ ഏത് സംഖ്യ വന്നാലും നമുക്ക് എന്ത് കിട്ടില്ല? ശിഷ്ടം 0 കിട്ടില്ല. ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു സംഖ്യയായിട്ട് ശിഷ്ടം കിട്ടുന്നതാണ്. അപ്പോൾ ആ സംഖ്യ 5 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കില്ല. അപ്പോൾ ഒറ്റയുടെ സ്ഥാനത്ത് വരുന്ന സംഖ്യ ഒന്നുകിൽ 0 ആയിരിക്കണം അല്ലെങ്കിൽ 5 ആയിരിക്കണം. അപ്പോൾ തന്നിരിക്കുന്ന സംഖ്യ 5 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. ഓക്കെ, ഇനി 6 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് എങ്ങനെയാണ് ചെക്ക് ചെയ്യാം? 6 കൊണ്ട് തന്നിരിക്കുന്ന സംഖ്യ പൂർണ്ണമായും ഹരിക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന് നോക്കാൻ 6 എന്ന് പറഞ്ഞാൽ എന്താണ്? 2 × 3 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 2ൻ്റെ ഡിവിസിബിലിറ്റി റൂളും അറിയാം, 3ൻ്റെ ഡിവിസിബിലിറ്റി റൂളും അറിയാം. അപ്പോൾ രണ്ടും കൂടെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ 2ൻ്റെത് എളുപ്പമാണ്. നമുക്ക് സംഖ്യ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയും അത് ഇരട്ട സംഖ്യയാണോ ഒറ്റ സംഖ്യയാണോ എന്ന്. ഇരട്ട സംഖ്യ ആണെങ്കിൽ 2ൻ്റെ കണ്ടീഷൻ ഓക്കെയാണ്. 3ൻ്റെ കണ്ടീഷൻ എങ്ങനെയാണെന്ന് നോക്കുക. തന്നിരിക്കുന്ന നമ്പേഴ്സ് ആഡ് ചെയ്തിട്ട് അത് 3 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് നോക്കിയാൽ എന്തായി? 2 കണ്ടീഷനും ഓക്കെ ആയി. തന്നിരിക്കുന്ന സംഖ്യ 6 കൊണ്ടും നിശേഷം ഹരിക്കാവുന്നതാണ്. ഓക്കെ, ഡിവിസിബിൾ ബൈ 7 ആണോ എന്ന് നോക്കണം. ഒരു സംഖ്യയെ നമുക്ക് 7 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കുമോ അത് നമുക്ക് നോക്കണം. ഒരു സംഖ്യ എടുത്ത് നോക്കാം. 5 3 2 8 2. ഈ സംഖ്യ 7 കൊണ്ട് പൂർണ്ണമായും ഹരിച്ചെടുക്കാൻ പറ്റുമോ നോക്കണം. എന്ത് ചെയ്യാം? അറ്റത്തിരിക്കുന്ന സംഖ്യയെ നമുക്ക് അങ്ങ് ഒറ്റപ്പെടുത്താം. ഓക്കെ, അപ്പോൾ ഈ 2നെ എന്ത് ചെയ്യാം? ഡബിൾ ചെയ്യുക. 2 × 2 അതായത് 4. എന്നിട്ട് ഈ ബാക്കി വരുന്ന സംഖ്യ ഉണ്ടല്ലോ അതിൽ നിന്നും എന്ത് ചെയ്യാം? മൈനസ് ചെയ്യാം. ഓക്കെ, 4 മൈനസ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു സംഖ്യ കിട്ടും. 8 4 പോയാൽ 4 2 3 5. അപ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യാം? ഈ പണി അങ്ങോട്ട് തുടങ്ങുക. അറ്റത്തിരിക്കുന്ന ആളെ അങ്ങ് ഒറ്റപ്പെടുത്തുക. എന്നിട്ട് എന്ത് ചെയ്യാം? അയാളെ ഒന്ന് ഇരട്ടിപ്പിക്കുക. 4 × 2 അതായത് 8. അപ്പോൾ ബാക്കി വരുന്ന സംഖ്യയിൽ നിന്നും സംഭവം കുറച്ചെടുക്കുക. 8 മൈനസ് ചെയ്യുക. 2 പോവില്ല. 12 8 മൈനസ് ചെയ്ത ബാക്കി 4 2 5. ഇനി എന്ത് ചെയ്യാം? പിന്നെയും ഈ പണി തുടരുക. × 2 ചെയ്യുക. 4 × 2 8. ബാക്കി വരുന്ന സംഖ്യയിൽ 8 മൈനസ് ചെയ്യുക. 8 മൈനസ് ചെയ്താൽ 12 8 4 ബാക്കി 4. ഇനി എന്താ ചെയ്യുക? 44. ഇവിടെ 44 കിട്ടിയിട്ടുണ്ട്. 44 എടുക്കുക. ഇതിന് വീണ്ടും എന്ത് ചെയ്യാം? ഇനി നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല. എന്ന് വെച്ചാൽ നമ്മൾ ഡബിൾ എടുത്തു കഴിഞ്ഞാൽ 2 4 8 കിട്ടും. 8 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 4 നിന്ന് മൈനസ് ചെയ്താൽ എന്ത് ചെയ്യും? നെഗറ്റീവ് കിട്ടുന്നതാണ്. അപ്പോൾ ഇവിടെ വെച്ച് നിർത്താം. 44 നിർത്തിയിട്ട് ഈ 44 7 പൂർണ്ണമായി ഹരിച്ചെടുക്കാൻ പറ്റുമോ എന്ന് നോക്കുക. പറ്റുമോ? 7 49 6 7 42. ശിഷ്ടം 2. നമുക്ക് ശിഷ്ടം കിട്ടാൻ പാടുണ്ടോ? നിശേഷം ഹരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ശിഷ്ടം 0 കിട്ടണം. അപ്പോൾ
തന്നിരിക്കുന്ന സംഖ്യ 7 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല, പൂർണ്ണമായും ഹരിക്കാൻ വന്ന ശേഷം ഹരിക്കാൻ പറ്റില്ല. ഓക്കെ, നമുക്ക് വേറൊരു സംഖ്യ എടുത്ത് നോക്കാം. 1 4 5 6 7 14567. ഡിവിസിബിൾ ബൈ 7 ആണോ എന്ന് നോക്കണം. എങ്ങനെ ചെയ്യാം? അറ്റത്തിരിക്കുന്ന ആളങ്ങോട്ട് ഒറ്റപ്പെടുത്തുക, എന്നിട്ട് ആ സംഖ്യയുടെ ഇരട്ടി എടുത്ത് ബാക്കി വരുന്ന സംഖ്യയിൽ നിന്ന് മൈനസ് ചെയ്യുക. അപ്പോൾ 7 × 2 എത്രയാണ്? 14. ഈ 14 ബാക്കിയുള്ള സംഖ്യയിൽ നിന്ന് മൈനസ് ചെയ്യുക. 6 4 പോയ 2, 4 4 1. വീണ്ടും അറ്റത്തിരിക്കുന്ന സംഖ്യയെ വേർതിരിക്കുക, ഡബിൾ ചെയ്യുക, എന്നിട്ട് 2 × 2 ബാക്കി വരുന്ന സംഖ്യയിൽ നിന്ന് മൈനസ് ചെയ്യുക. 4 - 4 0, 4 140. അപ്പോൾ 140 0 മാറ്റി കളഞ്ഞാൽ ബാക്കി വരുന്നത് എത്രയാണ്? 14. 14 നമുക്ക് ഡിവൈഡ് ചെയ്തൂടെ? എത്ര കിട്ടും? 2. ഈ തന്നിരിക്കുന്ന സംഖ്യ എന്താണ്? 7 കൊണ്ട് പൂർണ്ണമായും ഹരിക്കാൻ കഴിയുന്നതാണ്. ഡിവിസിബിൾ ബൈ 7. ഓക്കെ, ഇനി തന്നിരിക്കുന്ന സംഖ്യ 8 കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്നതാണോ അല്ലയോ എന്നറിയണം. ഈ 8ഉം 4ഉം ഏതാണ്ട് സാമ്യമുണ്ട്, കുറച്ചൊക്കെ സാമ്യമുണ്ട്. 4 എന്തായിരുന്നു? തന്നിരിക്കുന്ന സംഖ്യയുടെ ലാസ്റ്റുള്ള 2 അക്കങ്ങൾ എടുക്കുക, ആ സംഖ്യയെ നമുക്ക് 4 കൊണ്ട് ഹരിക്കാൻ കഴിയണം. ശിഷ്ടം 0 കിട്ടും. പൂർണ്ണമായും 4 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ആണെങ്കിൽ എന്ത് പറ്റും? ഇത് ആ തന്നിരിക്കുന്ന സംഖ്യ 4 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. കൂടാതെ ഈ 2 സംഖ്യ 0 0 ആവുകയാണെങ്കിലും എന്താണ്? 4 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ 8ൻ്റെ കാര്യം എങ്ങനെയാണെന്ന് നോക്കിയാൽ, ലാസ്റ്റ് 3 സംഖ്യകൾ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. അപ്പോൾ ശിഷ്ടം 0 കിട്ടുന്നതാണെങ്കിൽ സംഖ്യ 8 കൊണ്ട് പൂർണ്ണമായും ഹരിക്കാൻ പറ്റുന്നതാണ്. കൂടാതെ ലാസ്റ്റ് വരുന്ന 3 സംഖ്യകൾ 0 0 0 ആണെങ്കിൽ സംഖ്യ ഡിവിസിബിൾ ബൈ 8 ആയിരിക്കും. ഒരു എക്സാമ്പിൾ വെച്ച് നോക്കാം. 1 2 3 8 1 6. ഇത് തന്നെ എടുത്ത് നോക്കാം. ഇത് 8 കൊണ്ട് പൂർണ്ണമായും ഹരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് അറിയണം. അപ്പോൾ എന്താ ചെയ്യാം? ആദ്യം അറ്റത്തിപ്പോൾ 3 0 ആയിരുന്നെങ്കിൽ ഒരു നോട്ടത്തിൽ തന്നെ പറയാൻ പറ്റും 8 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കും. അപ്പോൾ ഇത് 0 അല്ല. എന്താണ്? 8 1 6 ആണ് ലാസ്റ്റ് വരുന്ന സംഖ്യ. ഓക്കെ, അപ്പോൾ ഈ 8 1 6 8 കൊണ്ട് പൂർണ്ണമായും ഹരിക്കാൻ പറ്റുമോ നോക്കണം. 8ൽ 8 ഒരു പ്രാവശ്യം, 0 1ൽ 8 പോവില്ല, അപ്പോൾ 1 താഴ്ത്തി ഇടുക, 0 ഇടുക, 6 2 8 16. 0 കിട്ടിയില്ല ശിഷ്ടം. അപ്പോൾ തന്നിരിക്കുന്ന സംഖ്യ എന്താണ്? ഡിവിസിബിൾ ബൈ 8 ആണ്. ഓക്കെ അല്ലേ? അപ്പം നമുക്ക് 1000 എടുത്തു കഴിഞ്ഞാൽ എന്താണ്? 0 ആണ് അറ്റത്ത്. അപ്പോൾ ഇത് ഡിവൈഡ് ബൈ 2 ആയിരിക്കും. ഇരട്ട സംഖ്യയാണ്. അപ്പോൾ ഇരട്ട സംഖ്യ ആയതുകൊണ്ട് 2 കൊണ്ട് ഡിവിസിബിൾ ആണ്. ഇനി അറ്റത്ത് വരുന്ന 2 സംഖ്യകൾ 0 ആണ്. അപ്പോൾ എന്താണ്? ഡിവിസിബിൾ ബൈ 4 ആണ്. ഇനി 3 സംഖ്യകളും 0 ആണ്. അപ്പോൾ ഇത് ഡിവിസിബിൾ ബൈ 8ഉം ആണ്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഡിവിസിബിൾ ബൈ 9 ആണോ നോക്കണം ഒരു സംഖ്യ. അപ്പോൾ ഈ 4ൻ്റെയും 8ൻ്റെയും കാര്യം പറഞ്ഞതുപോലെ 9ൻ്റെയും 3ൻ്റെയും എന്താണ്? ചെറിയൊരു സാമ്യമുണ്ട്. 3ൻ്റെ എന്തായിരുന്നു? ഒരു സംഖ്യ തന്നു കഴിഞ്ഞാൽ ആ സംഖ്യകൾ ആഡ് ചെയ്ത് നോക്കി കിട്ടുന്ന സംഖ്യ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഡിവിസിബിൾ ബൈ 3 ആയിരിക്കും തന്നിരിക്കുന്ന സംഖ്യ. സെയിം അതുപോലെ തന്നെയാണ് 9ൻ്റെ കാര്യത്തിലും. നോക്കാം. 8 1 1 8 ചെയ്ത് നോക്കാം. ഇതിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഡിവിസിബിൾ ബൈ 3 ആണെങ്കിൽ ഇത് ആഡ് ചെയ്ത് നമ്പർ ഡിവിസിബിൾ ബൈ 3 ആണെങ്കിൽ ഓക്കെയാണ് കണ്ടീഷൻ. ഓക്കെ, ഇനി 9 എങ്ങനെ നോക്കാം? സെയിം 8 + 1 + 1 + 8 ചെയ്യുക. എന്ത് കിട്ടും? 1 8 18 കിട്ടുന്നതാണ്. 18 എന്താണ്? ഡിവിസിബിൾ ബൈ 9 ആണ്. അപ്പോൾ തന്നിരിക്കുന്ന സംഖ്യ എന്താണ്?
9 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇവിടെ തന്നെ ഈ സംഖ്യ കിട്ടിയ സംഖ്യ 180 എന്നുള്ളത് 1 + 8 ചെയ്താൽ 9 ആണ്. ഓക്കെ, അപ്പോൾ ഡിവിസിബിൾ ബൈ 9 ആയിരിക്കും. ഡിവിസിബിൾ ബൈ 10. ഒരു സംഖ്യ 10 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കുമോ? എന്താ ചെയ്യുക? 10 കൊണ്ട് പൂർണ്ണമായി ഡിവിസിബിൾ ആയിരിക്കണമെങ്കിൽ എന്തായിരിക്കണം? സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്ത് 0 ആയിരിക്കണം. ഒറ്റയുടെ സ്ഥാനത്ത് 0 ആണെങ്കിൽ അങ്ങനെയുള്ള സംഖ്യകളെല്ലാം എന്തായിരിക്കും? 10 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, എക്സാമ്പിൾ എന്താണ്? 10, 100, 120, 240, 1000, 20,000, 1 2 3 4 0 2 5 0 0. ഇതൊക്കെ എന്താണ്? ഒറ്റയുടെ സ്ഥാനത്ത് 0 ആണ്. ഈ സംഖ്യകളെല്ലാം 10 കൊണ്ട് പൂർണ്ണമായും ഹരിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. ഡിവിസിബിൾ ബൈ 10. ഡിവിസിബിൾ ബൈ 11. ഒരു സംഖ്യ 11 കൊണ്ട് പൂർണ്ണമായും ഹരിക്കാൻ സാധിക്കുമോ? എങ്ങനെയാണ് നോക്കുക? ഒരു സംഖ്യ എടുത്ത് നോക്കാം. 1 2 3 8 1 6. ഈ സംഖ്യ 11 കൊണ്ട് നിശേഷം ഹരിക്കാൻ സാധിക്കുമോ? എങ്ങനെയാണ് നോക്കുക എന്ന് വെച്ചാൽ ആൾട്ടർനേറ്റീവ് നമ്പേഴ്സ് ആഡ് ചെയ്യുക. അതായത് ആദ്യം എന്ത് ചെയ്യുക? 1 + 3 + 1 ചെയ്യുക. 1 + 3 + 1 = 5. ഇനി 2 + 8 + 6 ചെയ്യുക. 2 + 8 + 6 എത്ര കിട്ടുക? 16 കിട്ടും അല്ലേ? ഇനി എന്താണ്? ഈ തുകകൾ തമ്മിലുള്ള വ്യത്യാസം കാണുക. ഓക്കെ, അപ്പോൾ 16 - 5 = 11. ഈ കിട്ടുന്ന ആൻസർ എന്തായിരിക്കണം? ഡിവിസിബിൾ ബൈ 11 ആയിരിക്കണം അല്ലേ? ഈ 11 എന്താണ്? 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ലേ? അപ്പോൾ 11 / 11 = 1. ശിഷ്ടം എന്താണ്? 0 ആണ്. തന്നിരിക്കുന്ന സംഖ്യ എന്താണ്? ഡിവിസിബിൾ ബൈ 11 ആയിരിക്കും. അല്ലെങ്കിൽ ഈ വ്യത്യാസം എന്തായിരിക്കണം? ഇത് ഒരു കണ്ടീഷൻ. എന്താണ്? ഈ തമ്മിലുള്ള വ്യത്യാസം ആൾട്ടർനേറ്റീവ് സംഖ്യകൾ കൂട്ടി കിട്ടുന്ന തുകകളെ നമ്മൾ എന്ത് ചെയ്യണം? വ്യത്യാസം കാണണം. ആ കിട്ടുന്ന വ്യത്യാസം ഒന്നുകിൽ 11 കൊണ്ട് ഡിവിസിബിൾ ആയ ഒരു സംഖ്യ ആയിരിക്കണം, അല്ലെങ്കിൽ അത് എന്തായിരിക്കണം? 0 ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ തന്നിരിക്കുന്ന സംഖ്യ ഡിവിസിബിൾ ബൈ 11 ആയിരിക്കും. നമുക്ക് വേറൊരു സംഖ്യ എടുത്ത് നോക്കാം. 3410. ഈ സംഖ്യ ഡിവിസിബിൾ ബൈ 11 ആണോ എന്ന് ചെക്ക് ചെയ്യണം. എങ്ങനെ ചെക്ക് ചെയ്യാം? ആൾട്ടർനേറ്റീവ് സംഖ്യകൾ എടുക്കുക. അതായത് 3 + 1 = 4. ഇവിടെ 4 + 0 4 + 0 = 4. ഇനി എന്ത് ചെയ്യണം? ഈ തുകകൾ തമ്മിലുള്ള വ്യത്യാസം കാണണം. 4 - 4 = 0. അപ്പോൾ ഒരു കണ്ടീഷൻ ശരിയായില്ലേ? അതായത് ഈ തുകകൾ തമ്മിലുള്ള വ്യത്യാസം ഒന്നുകിൽ 11 കൊണ്ട് ഹരിക്കാവുന്ന ഒരു സംഖ്യ ആയിരിക്കണം, അല്ലെങ്കിൽ 0 ആയിരിക്കണം. അപ്പോൾ ഈ രണ്ട് കണ്ടീഷനിൽ ഏതെങ്കിലും ഒന്ന് ഓക്കെ ആണെങ്കിൽ എന്തായിരിക്കും? തന്നിരിക്കുന്ന സംഖ്യ ഡിവിസിബിൾ ബൈ 11 ആയിരിക്കും. ഓക്കെ.